ഹലോ ഫ്രണ്ട്സ്, ജെസിസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് നമ്മുടെ 2 വ്യത്യസ്ത ജൈവ കമ്പോസ്റ്റുകൾ പൊട്ടിക്കുന്ന ദിവസമാണ്. നമുക്കവ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും അവ ചെടിക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും നോക്കാം. വരൂ, പോകാം. ഇത് ഏറ്റവും മികച്ചൊരു കമ്പോസ്റ്റാണിത്. ഇതൊരു മിക്സഡ് കമ്പോസ്റ്റാണ്. അതായത് ചക്കമടലിൻ്റെയും ചക്കയുടെയൊക്കെ വേസ്റ്റ്, മരച്ചീനി വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ്, അതുപോലെ സസ്യങ്ങളുടെ അതായത് പച്ചിലകളും കരിയില ഇവയൊക്കെ ചേർന്ന ഒരു മിക്സഡ് കമ്പോസ്റ്റാണിത്. നമുക്കിത് നോക്കാം. ഈ കമ്പോസ്റ്റിന് ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ്. ഇത് ഒരു പിടി കമ്പോസ്റ്റ് വാരിയാൽ നമുക്കിതിനകത്ത് ധാരാളം മണ്ണിരകളുണ്ടായിരിക്കും. ഇതിൽ പോലും മണ്ണിരകളാണ്, ധാരാളം മണ്ണിരകളുണ്ടായിരിക്കും. ഇത് ഏകദേശം ഒരു 500 കിലോയ്ക്ക് പുറത്ത് കമ്പോസ്റ്റ് ഉണ്ട്. ഇതുണ്ടാക്കുക എന്ന് പറയുന്നത് മണ്ണിന് അടിയിൽ ഒരു 5 അടി ആഴത്തിൽ ദീർഘചതുരാകൃതിയിലോ സമചതുരാകൃതിയിലോ നമ്മൾ കുഴിയെടുക്കുന്നു. ആ കുഴിയിൽ പ്ലാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇവിടെ ടാർപ്പ വിരിച്ചിരിക്കുകയാണ്. ഈ ടാർപ്പ വിരിച്ചിട്ട് അതിൽ നമുക്ക് സസ്യങ്ങളുടേതായ ഏത് വേസ്റ്റ്, മലക്കറി വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് ഡംപ് ചെയ്താൽ മതി. അതിനുശേഷം അതിൽ മദർ കൾച്ചർ കുടഞ്ഞു കൊടുക്കാം, സ്പ്രേ ചെയ്ത് കൊടുക്കാം. മദർ കൾച്ചർ ഒരു മാസത്തിലൊരിക്കലോ 2 ആഴ്ചയിലൊരിക്കലോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ. മദർ കൾച്ചർ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് ജെസിസ് വേൾഡ് എൻ്റെ വീഡിയോസിൽ 2 or 3 തവണ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാം. ഈ മദർ കൾച്ചർ കുടഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 6 മാസം, മാക്സിമം 6 മാസം, ഒരു 4 മാസം മുതൽ തന്നെ ഇവ പൊടിഞ്ഞ് നമുക്ക് ഒന്നാം തരം വളം, ഈ മിക്സഡ് കമ്പോസ്റ്റിന് വെല്ലുന്ന മറ്റൊരു വളം ഇന്നേ വരെ ഇല്ല. പുതുതായി കമ്പോസ്റ്റിലേക്ക് നമ്മൾ ഡംപ് ചെയ്ത് വരുന്നത് ഇങ്ങനെയാണ്. പച്ചിലകൾ, അതുപോലെ തടി വരെ, തെങ്ങിൻ്റെയൊക്കെ തടി കേടായത് എല്ലാം ഇതിനകത്ത് നമുക്ക് ശേഖരിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കമ്പോസ്റ്റ് ഏകദേശമൊക്കെ കോരി ജോലിക്കാരുണ്ടായിരുന്നു. അവർ കോരിയിട്ട് അങ്ങനെ ചാക്കുകളിലൊക്കെ നിറച്ചു. 10-40 ചാക്കോളം കമ്പോസ്റ്റ് നമ്മൾ നിറച്ചെടുത്ത്. അതാണ് നമ്മുടെ മിക്സഡ് കമ്പോസ്റ്റ്. ഈ കമ്പോസ്റ്റിന് നമുക്ക് നല്ല ഓർഡറുണ്ട്. ഞാൻ 500 കിലോ എന്നാണ് ഊഹിച്ച് പറഞ്ഞത്. 500 അല്ല, ഈ ഒരു മിക്സഡ് കമ്പോസ്റ്റ് തന്നെ 1200 കിലോയ്ക്കകത്തുണ്ട്. ഇനിയും ഒരു 100-400 കിലോ നമുക്ക് കോരാനുണ്ട്. ഇവ ഒരു 200 കിലോ ഒരു ജൈവ കമ്പോസ്റ്റിന് ഓർഡറുണ്ട്. ഇത് കച്ചവടത്തിന് വേണ്ടി ചെയ്തതല്ല, എങ്കിലും അത്യാവശ്യത്തിന് ചോദിച്ചതുകൊണ്ട് നമ്മൾ കൊടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ 1 രൂപ പോലും ചിലവില്ലാതെ നമുക്കെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇന്ന് കുറച്ച് അധികം നമ്മൾ ടെറസിലും മറ്റ് ഡ്രാഗണിൻ്റെ കൃഷിത്തോട്ടങ്ങളിൽ നിന്ന് ജോലിക്കാരുണ്ടായിരുന്നു, അവർ കൊണ്ട് പോയി നിക്ഷേപിച്ചു. അപ്പം 1 രൂപ പോലും ചിലവില്ലാതെ നിങ്ങളെല്ലാവരും ഇതുപോലെ, ഇതൊരു കമ്പോസ്റ്റ് പിറ്റാണ്. ഇനി 2ാമത്തെ കമ്പോസ്റ്റ് ഒന്നും തൊട്ടിട്ടില്ല. നാളെ ജോലിക്കാരത് കോരും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യും. 1 രൂപയുടെ ചിലവ് പോലും ഇതിൽ വന്നിട്ടില്ല. എല്ലാവരും ഇത് ചെയ്യണം. ഇത് ഏകദേശം ഒരു 500 കിലോയ്ക്ക് പുറത്ത് കമ്പോസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് പച്ചക്കറികൾക്കെല്ലാം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവയുടെ നിർമ്മാണം നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇവയും നിർമ്മിക്കുന്നത്. ഇനി നമുക്കവ ഉപയോഗിക്കാം. പഴച്ചെടികൾക്ക് മാത്രമല്ല, നമുക്ക് അലങ്കാര ചെടികൾക്കും എല്ലാ തരം സസ്യങ്ങൾക്കും, നമ്മൾ വളർത്തുന്ന ധാന്യവർഗത്തിലുള്ളതും അതുപോലെ തന്നെ പൂച്ചെടികൾക്കും ഒക്കെ തന്നെ നമുക്ക് ഈ മിക്സഡ് കമ്പോസ്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് 1 വർഷം മാത്രം പ്രായമായ റംബുട്ടാനാണ്. ഈ വർഷം കായ്ച്ചിരുന്നു. ഏകദേശം ഒരു 2 കിലോ പഴം. 1ാം വർഷം റംബുട്ടാൻ കായ്ച്ചത് ഇത്തരം വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഏകദേശം ഒരു 2 കിലോ മിക്സഡ് കമ്പോസ്റ്റാണ് ഞാൻ ഈ റംബുട്ടാന് വളമായിട്ട് ഇട്ടിരിക്കുന്നത്. ഇത് മാത്രം മതിയാവും തൽക്കാലത്തിൽ. ഇത് ഒരു അബിയുവിൻ്റെ പ്ലാന്റാണ്.
2 മാസമായി ഞാനിത് നട്ടിട്ട്. ചെറിയ തൈ ആയിരുന്നു. ഇതിന് ഞാൻ ഒരു 2 കിലോയ്ക്കടുത്ത് മിക്സഡ് കമ്പോസ്റ്റ് കൊടുക്കുകയാണ്. ഇത് ഈ വർഷം തന്നെ, അതായത് ആദ്യ വർഷം തന്നെ എല്ലാ പഴച്ചെടികളെയും നമുക്ക് പിടിപ്പിച്ചെടുക്കാം. റൊളീനിയ പ്ലാന്റ് ആണ്. ഇവിടെ 3 റൊളീനിയ പ്ലാന്റ് ഉണ്ട്. 1-ാം വർഷമാണ് തന്നെ നന്നായിട്ട് മുട്ടിട്ട് ചെറിയ കായ്കളും ഒക്കെ ആയി നിൽക്കുകയാണ്. ഒരു വളപ്രയോഗം കഴിഞ്ഞ് ഇത് 2ാമത്തെ വളപ്രയോഗമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കമ്പോസ്റ്റ് മിക്സഡ് കമ്പോസ്റ്റാണ്. അതുകൊണ്ട് ഇത്തവണ ഈ വർഷം തന്നെ റൊളീനിയയുടെ പഴം കഴിക്കേണ്ടത് കൊണ്ട് ഞാൻ മിക്സഡ് കമ്പോസ്റ്റ് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. 3 കിലോ മിക്സഡ് കമ്പോസ്റ്റാണ് ഞാൻ ഈ റൊളീനിയ പ്ലാന്റിന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ വർഷം തന്നെ പഴം തിന്നാൻ വേണ്ടിയാണ് 3 കിലോ ഇട്ടിരിക്കുന്നത്, 1 കിലോ അധികം. ഇനി നമുക്ക് 2ാമത്തെ വളം പരിചയപ്പെടാം. വാ. ഇതെന്ന് പറയുന്ന കരിയിലയും പച്ചിലകളും മാത്രം ചേർന്നുള്ളതാണ്. ഇതിനകത്ത് പച്ചക്കറി വേസ്റ്റ്, അതുപോലെ തന്നെ ചക്ക വേസ്റ്റ്, ഇവ ഒന്നും തന്നെ ഇല്ല. മറ്റേ കമ്പോസ്റ്റ് മിക്സഡ് കമ്പോസ്റ്റിനോട് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം ഗുണം വരില്ല എന്നുണ്ടെങ്കിലും ഇതും വളരെ ഉത്തമമായ ഒരു വളം തന്നെ. ഇത് മറ്റേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിനകത്ത് കരിയിലയും പച്ചിലയും മാത്രമേ ഉള്ളൂ. ജെസിസ് വെളിൽ നിന്നും 200 കിലോ ജൈവ കമ്പോസ്റ്റ് വിപണനം ചെയ്യുകയാണ്. ഇത് ആദ്യത്തെ വിപണനമാണ്. ഇത് 200 കിലോ ജൈവ മിക്സഡ് കമ്പോസ്റ്റാണ്. ഇനി അടുത്ത 250 കിലോയുടെ ഓർഡർ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, വീട്ടിലും പരിസരത്തും നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഈ പച്ചക്കറി വേസ്റ്റുകളായാലും അതുപോലെ തന്നെ കരിയിലയും പച്ചലയും സസ്യങ്ങളുടേതായ ഏത് ഭാഗവും അറക്കപ്പൊടി വരെ നമുക്ക് ഇതുപോലെ ഡംപ് ചെയ്ത് മദർ കൾച്ചറിലൂടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ജൈവവളം ഉണ്ടാക്കി വളരെ സമൃദ്ധമായി നമുക്ക് ഏത് സസ്യത്തെയും വിളവ് നേരത്തെയാക്കിയെടുക്കാം. അത് ചെയ്യുന്നത് കൊണ്ട് പരിസരത്തെ നാം വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ 1 രൂപ ചെലവില്ലാതെ നമുക്ക് നല്ല വളം കൊടുത്താൽ. ഇതിൽ മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഉണ്ടാക്കി ജൈവവളം ഉപയോഗിച്ചെടുക്കുന്ന പഴങ്ങൾക്ക് മറ്റേത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഏത് പഴത്തെക്കാളും വളരെയധികം സ്വാദായിരിക്കും. ഞാൻ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടാണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് വളരെ ഡിമാൻഡാണ്. വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നമ്മുടെ പഴം വാങ്ങാൻ ആളുകൾ വരുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ ജൈവവളമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇത് ശ്രദ്ധിക്കണം. നമ്മുടെ പരിസരത്തുള്ള എല്ലാ അതായത് പുല്ലുകളും നമ്മൾ വളമാക്കി മാറ്റണം. ഓക്കെ, ബൈ ബൈ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.